ഹലോ, നമസ്കാരം. ഇന്ന് ഓരോ റിസോർട്ടിൽ നടക്കുന്ന തോൽപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞൊരു കൾച്ചറൽ പ്രോഗ്രാമാണ്, അഥവാ പപ്പറ്റ് ഷോ. ഇത് കേരളത്തിൽ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ അമ്പലങ്ങളിൽ, നൂറോളം അമ്പലങ്ങളിൽ നടന്നു വരുന്ന ഒരു വളരെ പ്രാചീനമായ ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ബിപിൻ എന്ന് പറഞ്ഞ ഇതിന്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള പുള്ളിയോട് തന്നെ ചോദിക്കാം, എന്താണ് ആക്ച്വലി തോൽപ്പാവക്കൂത്ത്? നമസ്കാരം. തോൽപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ആചാര അനുഷ്ഠാന കലാരൂപം, ആദ്യ സിനിമാ രൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നടത്തുന്നത് തോൽപ്പാവക്കൂത്ത്, തോലുകൊണ്ട് നിർമ്മിച്ച പാവകളിയാണ്. നിഴലുകളിലൂടെ കഥ പറയുന്ന ഫസ്റ്റ് ഫോം ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് തോൽപ്പാവക്കൂത്ത്. ഓൾ ഓവർ ദ വേൾഡ് ഷാഡോ പപ്പറ്ററി ഉണ്ട്. എന്നാൽ ആദ്യം പെർമനന്റ് തിയേറ്റേഴ്സ് ഉള്ള പപ്പറ്റ് ഷോ കേരളത്തിലാണുള്ളത്. അത്രയും വിഷ്വലിസ്റ്റിക് വിഷ്വൽ ആർട്ട് ഫോം ആണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് തോൽപ്പാവക്കൂത്ത്. ഇതിൽ എത്രത്തോളം ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുക? എത്രത്തോളം ആൾക്കാർ ഈ ഒരു ഷോക്ക് ആവശ്യമുണ്ട്? നമുക്ക് അമ്പലത്തിൽ നടത്തുന്ന ട്രഡീഷണൽ ഷോ ആദ്യകാലങ്ങളിൽ 14-20 ആളുകൾ വെച്ച് നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് അത് ചുരുങ്ങി 3-4 ആളുകളായി മാറി. എന്നാൽ ഇവിടെ ഈ നടക്കുന്നതിന്റെ പേര് സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയും. ഇവിടെ നടത്താൻ നമ്മൾ 6 മുതൽ 8 ആളുകൾ വരെയുള്ള പെർഫോമൻസ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് ഇവിടെ പെർഫോമൻസ് നടത്തുന്നത്. തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപത്തിന്റെ ബാക്ക് സ്റ്റേജിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാം. വരും. അമ്പലങ്ങളിലെ കൂത്തുമാടങ്ങളിൽ ഇതേമാതിരിയുള്ള അയൺ റോഡ്സിന് പകരം വുഡൻ ബീംസിൽ വിളക്ക് മടമെന്ന് പറയുന്നതിൽ നാളികേര മുറിയിൽ എണ്ണയൊഴിച്ചാണ് പാവക്കൂത്ത് നടത്തുന്നത്. ഇതേമാതിരി തോലുകൊണ്ട് നിർമ്മിച്ച പാവകൾ ചലിപ്പിച്ചുകൊണ്ടാണ് തോൽപ്പാവക്കൂത്തിൽ കഥാസംഭാഷണം നടത്തുന്നത്. ഇത് മുഴുവൻ ഈ പാവകളുടെ ഒരു ടൈപ്പാണ്. ഇതിൽ സിറ്റിംഗ് ഉണ്ട്, സ്റ്റാൻഡിങ് ഉണ്ട്, വാക്കിംഗ് ഉണ്ട്, ഫൈറ്റിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് പാവകളും കൂടി ചേർന്നിട്ടാണ് ഒരു പാവകളി നമ്മൾ നടത്തുന്നത്. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. വന്തവിടത്തിൽ വിഘ്നേശ്വരേ സ്വസ്ത്രം ചെയ്തുകൊള്ളൂ.